റമദാൻ പ്രമാണിച്ചിട്ട് ചെറിയൊരു ഡിസ്കൗണ്ട് ഓഫറും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിസാൻ ടെറാനോന്റെ മുകളിൽ 20,000 രൂപ റേറ്റ് ഇനി കുറച്ചിട്ടുണ്ട്. ആണെങ്കിൽ ഡീസൽ വരണയ്ക്ക് 20,000 രൂപ റേറ്റ് പിന്നെയും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. വെന്റോയിലേക്ക് വരികയാണെങ്കിൽ വെന്റോല് റേറ്റ് 25,000 പിന്നെയും ഡിസ്കൗണ്ട് ഇനിയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീസൽ വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ എസ്ക്രോസ് ഫസ്റ്റ് ജനറേഷന് 15,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഓഫേഴ്സ് ഉണ്ട്. വാറന്റി കിട്ടുന്ന വാഗണറിന്റെ മുകളിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപേന്റെ അടുത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടോ. ഡീസൽ സ്വിഫ്റ്റ് 2016 മോഡൽ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപ ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ടാവും. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധിക ഓഫർ മേളയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് വരുന്നത്. അതെ, എന്താ പാട് നിലവിൽ? അത്യാവശ്യം വണ്ടി പോയി. ഒരു 10-15 വണ്ടിയോളം ഇപ്പൊ ഏകദേശം പോയിട്ടുണ്ട്. ഒരു 10 വണ്ടിയോളം ഏകദേശം ലോണില് അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം വണ്ടി കയറ്റിയിട്ടുണ്ട്. അല്ല, അതിന്റെ താക്കോലിന്റെയിലും ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരാള് മിസ്സിംഗ് ഉണ്ട്. ഏതാണ്? പോളോ പോയിട്ടുണ്ട്. ഇതിന് പുറത്ത് മാർക്കറ്റിലെ വണ്ടി ഇവിടെ റേറ്റ് ഇട്ട് 7.25, പിന്നെ 7.5. എത്രയ്ക്കാ പോയി? അത് 6,80,000 നമ്മൾ കൊടുത്തു. ഫൈൻ 6.80 കൊടുത്ത് 19 GT പോളോ ഡീസല് ആകെ 50,000-60,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി, അല്ലാണ്ട് റീപ്ലേസ് ഇല്ലാത്ത. നല്ല വില കുറച്ച്. എന്താ വെച്ചാല് മാക്സിമം കസ്റ്റമർ വന്ന് ബാർഗൈൻ ചെയ്തതിന്റെ വില കുറച്ചാണ് കൊണ്ടുപോയി. അപ്പൊ തന്നെ കൊണ്ട് വേറെന്താ പറയാന്, എന്താ വെച്ചാല് കസ്റ്റമർ വരട്ടെ, വെറുതെ ഓരോരുത്തർ കമന്റില് വന്നിട്ട് വില കൂടുതലാന്ന് പറയാന്നല്ലാതെ ഇവിടെ വന്നിട്ട് ഒരാൾ പറഞ്ഞിട്ട് വില കൂടുതലാന്ന് പറഞ്ഞോണ്ട് ആരും ഉണ്ടാവില്ല. ആയിക്കോട്ടെ. വെച്ചാല് ഇവിടെ നമ്മൾ വന്നാല് മാക്സിമം നമ്മള് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. മാർക്കറ്റ് സെയിൽ വണ്ടിയാണെങ്കിലും ഓണർ എടുത്ത് നേരിട്ട് സംസാരിച്ച് മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ട് വണ്ടി പിരിച്ചുവിടുക രീതി. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്നേരം ഒരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് ലൈക്ക്, ഷെയർ, കമന്റ് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ. ലോ ബഡ്ജറ്റ് തുടങ്ങുകയാണ്. 2007 മോഡൽ KL11 രജിസ്ട്രേഷൻ വാഗണാർ. LSI ആണോ VXI ആണോ? ഇത് VXI വണ്ടി കേട്ടോ. വാഗണാർ VXI. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. 1.1 ലിറ്റർ എഞ്ചിനാണ് അന്ന് വരുന്നുണ്ടത്. അതുകൊണ്ട് ഏകദേശം 13 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. ലോ ബഡ്ജറ്റ് പഠിക്കാനൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന കുഞ്ഞു വണ്ടി. സൗക, മുന്നേ നമ്മൾ റേറ്റ് ചോദിച്ചത് 99 ഇപ്പൊ എത്ര റേറ്റ് ചോദിച്ചത്? 95 ആക്കിയിട്ടുണ്ട്. ഇനിയും കുറയും. അപ്പൊ വാഗണറിന്റെ മുകളിൽ 5,000 രൂപ ഡിസ്കൗണ്ട് ഇനിയും കുറയൂലേ? ചെറിയ വണ്ടി അതിനെ കൊണ്ടാണ് മുന്നത്തെ വീഡിയോ പറഞ്ഞത് വലിയൊരു ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കുക. 2007 വണ്ടിയെ കൊണ്ട് ലോണൊന്നും കിട്ടുന്നുണ്ടാവില്ല. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. സൈബ് അടുത്ത് 2011 മോഡല് ഫോർഡ് ഫിയസ്റ്റ ഡീസലാണ്. വർക്കിംഗ് ഉള്ള സൗക. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4th ഓണർഷിപ്പ് ആണ് വരുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 4. 2011 ഫിയസ്റ്റ. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 98,000 ആണ്. കുറച്ച് കൊടുക്കും. 98,000 ആണ്, കുറച്ച് കൊടുക്കും. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് കാണുന്നുണ്ട്. നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നുമില്ല. 1.4 ലിറ്റർ ഡ്യൂറാടോർക്ക് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 20ന്റെ റേഞ്ചിൽ എങ്ങനെയാലും മൈലേജ് കിട്ടുന്നുണ്ടോ. ഫിയാറ്റിന്റെ സെയിം ടെക്നോളജിയാണ്. ഇൻജക്ടർ, ടർബോ. വണ്ടി റണ്ണിങ് ആണ്. കസ്റ്റമർക്ക് വേറൊരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് കൊടുത്ത വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. പക്ഷെ വാഷ് ചെയ്തിട്ടില്ല. വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, KL11 രജിസ്ട്രേഷൻ ആണ്. ചെക്ക് ചെയ്തിട്ടെടുക്കാം അല്ലേ? ചെക്ക് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, ആ ഒരു പൈസക്ക് കൊടുക്കുന്ന പൈസക്ക് മുതലുണ്ട് ഈ വണ്ടികളൊക്കെ. നല്ല വണ്ടിയാണ്. ഓക്കെ, സൈഡ് അടുത്ത് നാനോ ട്വിസ്റ്റ് 2015 കേട്ടോ. 2015 മോഡൽ നാനോ ട്വിസ്റ്റ്. വേരിയന്റ് നോക്കുകയാണെങ്കിൽ XT എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഡിക്കി ഉൾപ്പെടെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫുൾ ഓപ്ഷൻ ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സെൻട്രൽ ലോക്ക് വരുന്നത് ഫ്രണ്ട് 2 ഡോർ ആയിരിക്കും. 624cc എഞ്ചിനാണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഓക്കെ, അടുത്തത് ഷെവർലെറ്റ് എൻജോയ്. Chevrolet KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. വേരിയന്റ് ഏതാ വരുന്നത്? PS LS LT 13 ആണ്. 2013 മോഡൽ. വേരിയന്റ് ഏതാ? LS ആയിരിക്കും. LS 4 ഡോർ പവർ വിൻഡോസ് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? LT ആണ്. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. 7 സീറ്റർ വണ്ടിയാണ്. സെൻട്രൽ AC ഉണ്ട് കേട്ടോ. സെൻട്രൽ AC വരുന്നുണ്ടല്ലേ? വണ്ടി നിലവിൽ എന്താ കണ്ടീഷൻ? വണ്ടി മെക്കാനിക്കൽ ഗുഡാണ്. പിന്നെ കുറച്ച് പവർ വിൻഡോസിന്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട്. സീറ്റ് കവറൊക്കെ കയറിയിട്ടുണ്ട്. ചെറിയൊരു വൃത്തി കുറവ്. ആകെ മൊത്തം ടോട്ടലായിട്ട് കാണുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്ന 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2013 ബീറ്റ് അല്ല, സോറി, 2013 എൻജോയ് LT ഫുൾ ഓപ്ഷൻ. റേറ്റ് എത്രയാണ് വരുന്നത്? 2.30 ചോദിക്കുന്നത്. പാർക്കാൻ സെയിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും. ആദ്യം കൈ കഴുകിയിട്ടുണ്ട്. വില കൂടുതൽ എന്നെ പറയണ്ട.
പാർട്ടിയായിട്ട് സംസാരിച്ചിട്ട് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റൂലേ? ടാക്സി ഓടുന്നവർക്കൊക്കെ സുഖമല്ല. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാ. ഓക്കെ. മെക്കാനിക്കൽ ഗുഡാ. ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വേറെ പമ്പ് ഇഞ്ചക്ടർ അങ്ങനത്തെ കലാപങ്ങളൊന്നും ഇല്ലല്ലോ. സായിക മുന്നേ കാണിച്ച ബോൾട്ട് തന്നെയാണ്. ബോൾട്ടിന്റെ ഓഫർ എന്തോ? ബോൾട്ട് നമുക്കൊരു 1.99 ചോദിച്ചിരുന്നേ, നമുക്കൊരു 1.89 ഫൈനലാക്കി കൊടുക്കട്ടോ. ഓക്കെ. 10 രൂപ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല വണ്ടിയാണ് കേട്ടോ. 15 മോഡലാണ്. XT വേരിയന്റ്, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ് ഒക്കെ. ബാക്ക് സെൻസേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 1.2 ലിറ്റർ നമ്മളെ ടിയാഗോയിൽ കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നുണ്ടാവുക. 39,000 ഓടി ഉള്ളൂ കേട്ടോ. കറക്റ്റ് നമ്മുടെ ടിയാഗോയിലൊക്കെ നിലവിൽ കാണുന്ന എഞ്ചിൻ തന്നെയാണ്. നിലവിലുള്ള കണ്ടീഷൻ എന്താ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാ. ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബോഡി മെക്കാനിക്കൽ ഫിറ്റാ. വണ്ടി ഫിറ്റ് ആണ്. ഇപ്പൊ നിലവിൽ റേറ്റ് കുറച്ചിട്ടുള്ളത് 1.99 നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. ഇപ്പൊ 10 രൂപ കുറച്ചിട്ടുണ്ട്. ഇനിയും കുറയും. 89 മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറയും. ലോൺ ചെയ്യുകയാണെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടോ അല്ലേ? ഓക്കെ. സാർക്ക് അടുത്തത് CRV, ഹോണ്ട CRV KL40 PE രജിസ്ട്രേഷൻ. കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? 2007 ആണ്. കേരള വണ്ടിയാണ്. കേരള വണ്ടിയാ? അല്ല, റീ വണ്ടി. കിലോമീറ്റർ 97 ആണ് കാണുന്നത്. റീ വണ്ടി അതിനെ കൊണ്ട് ഉറപ്പില്ല. ഓണർഷിപ്പ് തേർഡാ? 3 ഓണർഷിപ്പില്. പെട്രോൾ വണ്ടി കേട്ടോ. ആ പെട്രോൾ മാത്രമേ ഉള്ളൂ CRV. അന്നത്തേല് പിന്നത്തേല് ഡീസൽ ഉണ്ടോന്ന് അറിയില്ല. ഓട്ടോമാറ്റിക് ആണല്ലോ. ഓട്ടോമാറ്റിക് വലിയൊരു വണ്ടിയല്ലേ. 10 റേഞ്ചിൽ 10 താഴേക്കായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ് ഡ്യുവല് വരുന്നുണ്ട്. അന്നത്തെ ടൈമിൽ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള കോമ്പാക്ട് SUV അന്ന് ഇറങ്ങിയിട്ടുള്ള വണ്ടി. സവിക റേറ്റ് എത്രയൊക്കെ 2007 CRV ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. കസ്റ്റമർ കൊണ്ടുവച്ചാണ്. ഓക്കെ. 2.45 ആണ് ചോദിച്ചത്. മാക്സിമം എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമായിരിക്കും. മാക്സിമം നമ്മളെ പോളോ ഒക്കെ ചെയ്ത മാതിരി തന്നെ മാക്സിമം റേറ്റ് ഉറപ്പിച്ചാണ് അടിച്ച് വാങ്ങി കൊടുക്കാം. ഓക്കെ. സവിക അടുത്തത് മുന്നേ കാണിച്ചിട്ടുള്ള വെൻഡോ തന്നെയാണ്. 2013 ആണ്. സെക്കൻഡ് ഓണർ. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണോ വെൻഡോ? ഡീസൽ വെൻഡോ. വേരിയന്റ് ഏതാ വരുന്നത്? ഹൈലൈനിൽ വരുന്നതിനെ കൊണ്ട് നമുക്ക് OE കംഫോർട്ട് ലൈനിന്റെ അല്ല OE എല്ലോ വീൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വോക്സ്വാഗന്റെ. ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. ഇൻബിൽറ്റ് സ്റ്റീരിയോ. ബാക്ക് സെൻസേഴ്സ് ഹൈലൈനിൽ വരുന്നുണ്ടാവുമല്ലോ. റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. 1.5 TDI എഞ്ചിൻ ആയിരിക്കും. ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ഉണ്ടാവും. അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ടാവും. ഹൈലൈനിൽ ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ല് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2013 വെൻഡോ ഹൈലൈൻ ഡീസൽ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 3.20 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. 25,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. 2.95 ആണ് 2013 ഹൈലൈൻ്റെ റേറ്റ്. ലോണ് 2.25 റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും. ഇനിയും റേറ്റ് കുറയും. 2013 SX വരണം കേട്ടോ. SX പറഞ്ഞ CRDIന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഒരു 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. SX എന്നുള്ളത് SX ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. 1.6 CRDI എഞ്ചിൻ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നില്ല. സിംഗിൾ എയർ ബാഗ് ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ABS ഒക്കെ വരില്ല ഇതില്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് പറഞ്ഞ? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി. ഫ്ലൂയിഡിക് എന്നുള്ള ഷേപ്പിലാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിൽ വണ്ടിക്ക് അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാ? നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ 3.80 വെച്ചിട്ട വണ്ടിയാണ്. ഒരു 20 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. 3.60 പറയുന്നുണ്ട്. 3.60 കുറയോ? മാക്സിമം ചെയ്തിട്ട് തന്നെ ചെയ്യാം. 3.60 കുറയുന്നുണ്ടോ? 2013 ഭരണക്ക് ഡീസലിന്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ലോൺ ഏകദേശം 3.25 മുകളിൽ. 3.25 മേലെ ചെയ്യാം. 3.5 ചെയ്യാം. 3.5 ലോൺ കിട്ടും അല്ലേ? ആണ് 2015 മോഡല് GDSP ആണ് വരിക. റീ വണ്ടിയാണോ? KL11 കോഴിക്കോടേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. GDSPയിലേക്ക് വരുന്നേരം നമുക്ക് എറ്റിയോസ് എന്നുള്ള സെഡാൻ്റെ അകത്ത് ഡീസൽ 1.4 ലിറ്റർ ടൊയോട്ടേൻ്റെ 1364 cc എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം 20-ന് പുറത്ത് എങ്ങനെയാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? നിലവിൽ ഓണർഷിപ്പ് എത്രയിലേക്ക് എത്തിയിട്ടുള്ളത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണല്ലേ? വണ്ടി നല്ല വണ്ടിയാ കേട്ടോ. നല്ല വണ്ടിയാ. റീ വണ്ടി അതിനെ കൊണ്ട് പിന്നെ കിലോമീറ്ററിന്റെ കാര്യം വിടുന്നുണ്ട്. കേരള വണ്ടിന്റെ വൃത്തിയുള്ള വണ്ടിയാ. കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് അറൗണ്ട് 1 lakh above ഓടി ഉണ്ടാവും. ഓക്കെ.
റേറ്റ് എത്ര ചോദിക്കുന്നത്? 2015 എറ്റിയോസ് റീവണ്ടിക്ക് 40 ചോദിക്കുന്നത്. ഇട്ട പ്രൈസ് നോക്കണ്ട, കുറച്ച് കൊടുക്കുന്നുണ്ട്. ഫുൾ ലോണിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ആ ലോൺ ഫുള്ള് ചെയ്യുന്നുണ്ട്. ഓക്കെ. 2015 ജാസ് ആണ്. ID ടെക് എന്ന് പറഞ്ഞ ഡീസലാണ്. KL11 രജിസ്ട്രേഷൻ, കോഴിക്കോട് വണ്ടിയാണ്. വേരിയന്റ് ഏതാ വരുന്നത്? വി ആണ് വരുന്നത്. വി എന്നുള്ള വേരിയന്റ് എന്നുള്ളത് ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവും. എല്ലാ വീൽസ് വരുന്നുണ്ട്, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. ഇതെന്താ? ഓക്കെ, ഇൻബിൽറ്റ് പോട്ടെ, അല്ല ആഫ്റ്റർ മാർക്കറ്റിൽ കുഷൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് സാധിക്ക? 1.25 ഓടിയിട്ടുണ്ട്. 1.25 കിലോമീറ്റർ. ID ടെക് എഞ്ചിൻ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? എത്ര ഓടും അതെ? അതുണ്ട്. ടൊയോട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൊയോട്ട നിസാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ട റിലയബിലിറ്റിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതാണ്. ഇതുമൊന്നും കമ്പയർ ചെയ്യാനില്ല. ഹോണ്ടന്റെ ID ടെക് എഞ്ചിൻ അല്ലേ? അതെ. എത്ര ഓടിക്കോളും. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. റേറ്റ് എത്ര ചോദിക്കുന്നത് ജാസിന്? 5.35 ചോദിക്കണേ. കുറയും? ചെറുതായിട്ട് എന്തെങ്കിലും വേരിയേഷൻ എടുത്താൽ ചെറുതായിട്ടല്ല, വന്നോട്ടെ, കസ്റ്റമർ ബാർഗെയിൻ ചെയ്യട്ടെ, നമുക്ക് കൊടുക്കാം. ആയിക്കോട്ടെ. പിന്നെ ലോണ് ഫുള്ള് ലോൺ ചെയ്യാതെ. വേറെ കംപ്ലൈന്റ്സ് ഒന്നുമില്ല നിലവിൽ? ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി, ക്വാളിറ്റി. 2019 മോഡൽ 1 ലിറ്റർ VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ച വണ്ടി തന്നെയാണ്. സെപ്റ്റംബർ വരെയാണ് കമ്പനി വാറന്റി ഉണ്ടാവുന്നത് അല്ലേ? വണ്ടി എന്തെങ്കിലും റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 39 ഓടിയിട്ടുള്ളൂ. സെപ്റ്റംബർ വരെ വാറന്റി ഉണ്ട്. മാരുതിയുടെ വാറന്റി ഉണ്ട്. മാരുതിയുടെ വാറന്റി വരുന്നുണ്ട് 2019 വരെ. സിംഗിൾ ഓണർ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇൻഷുറൻസ്, ബമ്പർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ഫുൾ ലോൺ ചെയ്യാട്ടോ. ഫുൾ ലോണ് 4 ഇപ്പൊ റേറ്റ് 4.59 ആക്കിയിട്ടുണ്ട്. 4.59 ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കൊടുക്കും. 4.5 എന്തായാലും ലോണ് ഫുൾ ലോണ് കയറുന്ന വണ്ടിയാണ്. അടുത്തത് മാരുതിയുടെ എസ്ക്രോസ് ആണ്. ഫസ്റ്റ് ജനറേഷൻ എസ്ക്രോസ് ആണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. DDIS എന്നുള്ള ബാഡ്ജിങ് ആണെന്നുണ്ട്. അതായത് ഡീസൽ വണ്ടിയാണ്. വേരിയന്റ് ഏതാ വരുന്നത്? സീറ്റാണ് വരുന്നത്. സീറ്റയില് LOIs കാണുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സും അതേപോലെ തന്നെ ബാക്ക് ക്യാമറ കാണുന്നുണ്ട്. ബാക്ക് വൈപ്പർ കാണുന്നില്ല. സീറ്റിൽ ബാക്ക് വൈപ്പർ ഉണ്ടല്ലേ? ഡെൽറ്റയാണ്. ഓക്കെ. ഡെൽറ്റയിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ചെറിയൊരു ആൻഡ്രോയിഡിന്റെ സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ്രോയിഡ് LCD, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. ഫീച്ചർ സൈഡിൽ ഇത് 1.4 ആണോ 1.6 ആണോ വരുന്നത് എഞ്ചിന്? 1.4 ലിറ്റർ എഞ്ചിനാണ് ഏകദേശം. ഫിയാറ്റിന്റെ എഞ്ചിൻ തന്നെ 1.4. അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും. 20 പുറത്ത് എന്തായാലും കിട്ടുന്നുണ്ടാവും. ക്രംബിൾസോണോ മാരുതിയല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനീൻ കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. ചെക്ക് ചെയ്തോട്ടെ. വണ്ടി നമ്പർ കാണിക്കുന്നുണ്ട്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. ഓൺ പറയും. രണ്ടാമത്തെ ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി മാറ്റിയിട്ടുണ്ട്. 5.20 ഇനി റേറ്റ് പറയും. അല്ല, 5,35,000 നമ്മൾ ഇട്ട റേറ്റ്. 15,000 രൂപ റെഡിയിൽ ഡിസ്കൗണ്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇനി മാക്സിമം എന്തെങ്കിലും വന്നിട്ട് കസ്റ്റമർ ബാർഗൈൻ ചെയ്ത് കൊടുക്കും. ലോണ് 5ന്റെ പുറത്ത് കിട്ടും അല്ലെ? 5 മാക്സിമം കിട്ടും, നമുക്ക് കൺഫേം പറയാം. എറ്റിയോസ് ആണ്. എറ്റിയോസ് GD കേട്ടോ. GD എന്ന് പറയുന്നത് ഡീസൽ വേരിയന്റ് ആണ്. 1.4 ലിറ്റർ എഞ്ചിനാണ്. സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വണ്ടി. ഇത് GD ആണോ അതോ GD SP ഉണ്ടോ? GD SP വരും. GD SP ഉണ്ട്. ഓക്കെ. ന്യൂ ഷേപ്പ് ആണ്. കേരള വണ്ടിയാണോ റീവണ്ടിയാണോ? റീവണ്ടി ഇങ്ങോട്ട് കേരളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. GD SP-ലേക്ക് വരുന്ന നേരം ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് ഫങ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.4 ലിറ്റർ എഞ്ചിനിൽ ഏകദേശം 20ന്റെ പുറത്ത് എങ്ങനെയായാലും മൈലേജ് കിട്ടും. ഇന്റീരിയേഴ്സ് അത്യാവശ്യം നീറ്റാണ്. ഓണർഷിപ്പ് നിലവിൽ എത്രയാണുള്ളത്? രണ്ടാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2018 എറ്റിയോസ് GDക്ക് 5.5 ചോദിക്കുന്നുണ്ട്. 5.5 ചോദിക്കുന്നതിന് കുറച്ച് കൊടുക്കും. ഫുൾ ലോണിലേക്ക് എത്തുന്ന ഒരു റേറ്റ് തന്നെയാണ്. ടാക്സിക്കാരാണ് മെയിൻ ആയിട്ട് എറ്റിയോസ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് അത്യാവശ്യം ലോൺ കാണുന്നുണ്ട്. ലോൺ ചെയ്യാം. ടാക്സിക്ക് 50%, 60% ഒക്കെ തന്നെ ഫണ്ടിങ് വരുള്ളൂ. കൺവേർട്ട് ചെയ്തതിന്റെ ശേഷം ലോൺ ചെയ്യാം. ഓക്കെ. 2015-16 സ്വിഫ്റ്റ് VDI. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ 4.59 ഇട്ടിരുന്നേ, നമുക്ക് 4.49 ചോദിക്കുന്നുള്ളൂ. ഒരു ഡോർ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട്. കസ്റ്റമർ പിടിച്ച് വലിച്ചാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്? കസ്റ്റമർ പിടിച്ച് ലോക്കായി വണ്ടി വലിച്ച് റെഡിയാക്കി കൊടുക്കട്ടെ. വൃത്തിയിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഒരു റീപ്ലേസ് ഉണ്ട്. വേറെ എന്താ റീപ്ലേസ് ഉണ്ട്? ഡോർ ഹാൻഡിൽ അല്ലാണ്ട് ഒരു കോട്ട് പോളിഷിംഗ് ചെയ്തിട്ട് വൃത്തിയിൽ കൊടുക്കട്ടോ. ഓക്കെ.
വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ട് ഈ വണ്ടിക്ക്? റീപ്ലേസ് ആയിട്ട് ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ, നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. റേറ്റ് ചോദിക്കുന്നത് 4,49 ആണ്. 4,49 ഇട്ടിട്ടുണ്ട്. ഓക്കെ, 4,49 ആക്കിയിട്ടുണ്ട് റേറ്റ്. ഇതിനും കുറയുന്നുണ്ടാവും. കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ച് കൊടുക്കാം. ഡോർ റീപ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലെയിം ആണോ അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് ആണോ? ഹിസ്റ്ററി ഉണ്ട്, മേജർ ഒന്നല്ല. ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പോയതാണ്. ഓക്കെ, ലോൺ സൈഡിൽ 4,400 പുറത്ത് ലോൺ കിട്ടിയ വണ്ടിക്ക് 4,400 ചെയ്ത് കൊടുക്കാം. ഓക്കെ, സാർക്ക് അടുത്തത് നിസാന്റെ ടെറാനോ ആണ്. ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? 2016 മോഡലാണ്. XV ആണോ XL ആണോ? XV വേരിയന്റ് 85 ആട്ടോ വരുന്നത്. 85 PS. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും നിസാന്റെ ടെറാനോ? 62,000 കിലോമീറ്റർ ഓടിയോ. XV എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നേരം നമുക്ക് ബാക്ക് സെൻസേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. ബാക്ക് സെൻസർ വരണ്ടല്ലേ? ഇത് XL ആണ്, XV അല്ല. XL ആണ്. ബാക്കിൽ XL ബാഡ്ജ് ഞാൻ കൊടുത്തിട്ടുള്ളത്. XL ആണ്. ബാക്ക് സെൻസേഴ്സ് ഇല്ല. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. നമുക്ക് XL ടെറാനോ 2016 85 PS ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. OE എല്ലാ വീൽസും കാണുന്നുണ്ട്. 16 ടെറാനോ XV 62,000 എന്നുള്ളത് ജെന്യുവൻ കിലോമീറ്റർ ആണോ? XL അല്ലേ? XL പറഞ്ഞു മാറിപ്പോയതാ പ്ലീസ്. ഓക്കെ, ജെന്യുവൻ കിലോമീറ്റർ ആണ് 62,000 ജെന്യുവൻ കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ വണ്ടി നമ്മൾക്ക് ആദ്യം ചോദിച്ചിരുന്ന 6,40 ചോദിച്ചിരുന്ന വണ്ടി. അപ്പൊ നമ്മളൊരു 20,000 രൂപ ഡിസ്കൗണ്ട് ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കുറയും. വന്നോട്ടെ, കസ്റ്റമർ വന്നാണ്ട് ബാർഗൻ ചെയ്ത് എടുത്തോട്ടെ. ആയിക്കോട്ടെ. ലോൺ ഏകദേശം 5.5 മുകളിൽ കിട്ടൂല്ലേ 16 XV അല്ലെ? പിന്നെ 16 XL 6 റുപ്യ തന്നെ ചെയ്യാം. ഓക്കെ, ഇത് i20 ആണ്, 2018 മോഡൽ. KL 46 ചാവക്കാടാണ് തോന്നുന്നുണ്ട് രജിസ്ട്രേഷൻ. i20 വേരിയന്റ് ഏതാ വരുന്നത്? ആസ്റ്റ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നതാണ്. ആസ്റ്റ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ടാവുക. CRD ആണ് എഞ്ചിൻ വരുന്നത്, അതായത് ഡീസൽ ആണ്. ബാക്ക് സെൻസേഴ്സ് കാണുന്നുണ്ട്. OE കമ്പനി അലോയ് വീൽസ് കാണുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഫംഗ്ഷൻസ്, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽട്ട് മിറർ കൺട്രോളിംഗ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആണ്. ഓണർഷിപ്പ് എത്രയായിരുന്നു സാബിത്ക? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, വണ്ടി ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 88 കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ജെന്യുവൻ കിലോമീറ്റർ ആണ്. ഓ, റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 6,45 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. സാധാരണ നമ്മൾ പെട്രോൾ i20 ഒരു 60,000 കിലോമീറ്റർ ഓടിക്കുക ഈ റേറ്റിൽ കാണാറുണ്ട്. ഡീസലാണ്. പിന്നെ വണ്ടി ഓഫർ റേറ്റ് ആണോ അല്ലെങ്കിൽ വേറെ കംപ്ലൈന്റ് ഉള്ളതിനെ കൊണ്ട് റേറ്റ് വ്യത്യാസം വന്നാണോ? അല്ലല്ല, ഓഫർ റേറ്റിൽ കൊടുക്കാം. ഓഫർ റേറ്റിൽ കൊടുക്കണം. റേറ്റിനും കുറയും. റേറ്റ് മാക്സിമം കുറയും. 7ന്റെ അടുത്ത് വരെ ലോണ് വരേണ്ടതാണ്. ഈ ലക്ഷത്തിന് അടുത്ത് തന്നെ ലോണ് കയറേണ്ട വണ്ടിയാണ്. ഫുൾ ലോൺ കൊടുക്കുക. ഫുൾ ലോൺ കൊടുക്കുക. ഓക്കെ, സാഗ മൈലേജ് ഏകദേശം ഒരു 18-20 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 1.4 ലിറ്റർ എഞ്ചിൻ മൈലേജ് കിട്ടും. 6 സ്പീഡ് ടർബോ വരുന്ന വണ്ടിയാണ്. എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ്. വിശ്വസിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. 2012 മോഡൽ V ആണ് ഇന്നോവ. KL 84 എന്നുള്ളത് പുതിയ രജിസ്ട്രേഷൻ ആണ്. പുതിയത് എവിടെയാ? ഇവിടെ കൊണ്ടോട്ടിക്ക് വന്നോ? കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. ഇത് G4 ആണോ V ആണോ? ഇത് G4 അല്ല, V ആണ് വരുന്നത്. 2011 ആണോ 12 ആണോ പറഞ്ഞേ? 2012 മോഡല്. 12 ടൈപ്പ് V, ടൈപ്പ് 4 വണ്ടി. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഇത്രയായിരിക്കും ഫീച്ചേഴ്സ് ഉള്ളത്. ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഫംഗ്ഷൻസും ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC. പൈലറ്റ് സീറ്റിംഗിൽ തുറക്കണ്ടല്ലോ. പൈലറ്റ് സീറ്റിംഗിൽ 7 സീറ്റർ ആയിട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇന്റീരിയർ അത്യാവശ്യം നീറ്റാണ്. വണ്ടി അടുപ്പിച്ചടുപ്പിച്ച് പാർക്ക് ചെയ്തതിനെ കൊണ്ട് ശരിക്കും കാണുന്നില്ല. ഓക്കെ, ഇതിനൊക്കെ ഫോട്ടോസ് നിങ്ങളിൽ കാറ്റലോഗിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? ആവശ്യമുള്ളവർക്ക്. കിലോമീറ്റർ എത്ര? 160 ഓടിയിട്ടുണ്ടല്ലേ? 160 ജെന്യുവൻ ആണോ? ഒന്നും പറയാൻ പറ്റില്ല. റീവണ്ടിയാണ്. പറയുന്നത് ഉറപ്പില്ല. ഓക്കെ, ഇനി റേറ്റ് എത്ര വരുന്നത് 2012 വണ്ടിക്ക്? റേറ്റ് വരുന്നത് 690 ചോദിക്കുന്നുള്ളൂ. നല്ല തെറ്റില്ലാത്ത റേറ്റ് കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് കൊടുക്കാൻ പറ്റും. ലോണ് ഫുൾ ലോൺ എന്നുള്ള രീതിയിൽ എത്തിക്കാൻ പറ്റും. എത്തിക്കാം. ഫുൾ ലോൺ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും പണി റീവണ്ടി കൊണ്ട് റെഡിയിൽ മെക്കാനിക്കൽ വർക്കൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ മേജർ പണികളൊന്നും ഇല്ല. ബാക്കി അവർ ചെക്ക് ചെയ്ത് എടുത്തോട്ടെ. ചെക്ക് ചെയ്യാം. അതേസരം വർക്ക്ഷോപ്പ് കൊണ്ടുപോകാം. സർവീസിന് വേണമെന്നുണ്ടെങ്കിൽ അമാനാട്ടായിട്ട് കൊണ്ടുപോവാം. എന്തും ചെയ്യാം. അടുത്തത് ഇന്നോവ 2013 G4 അല്ല, സോറി, V ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ടൈപ്പ് 4 ഇൻബിൽട്ട് കമ്പനി തന്നെ വരുന്ന വണ്ടി.
ഏറ്റവും ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ഇന്നോവേന്റെ ഇതല്ലേ? അതെ ഫേസ് ലിഫ്റ്റ്. ബി എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ബാക്കിൽ നമുക്ക് ബുൾബാർ കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ് എല്ലാം കമ്പനി ഇൻബിൽറ്റ് വരുന്നുണ്ടാവും. ബിയിലേക്ക് വരുന്ന നേരം അലോയ് വീൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിലവിൽ 7 സീറ്ററിലാണ് വണ്ടി ഉള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, 4 ഡോർ പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ്, ഇത്രയൊക്കെയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ്. റൂഫ് AC വരുന്നുണ്ടാവും. ബി എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ സെറ്റിന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. 13 സെറ്റ് ഉണ്ടോ? ബി വരെയാണോ ഉള്ളത്? അതെ 13 13 സെറ്റ് ഉണ്ട്. അപ്പോൾ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അന്ന് ബി ഉണ്ടോ സെറ്റ് ഉണ്ടോ എന്നുള്ളത്, സെറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇത് നിലവിൽ ഇപ്പോൾ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 lakh അറൗണ്ട് ഓടിയിട്ടുണ്ട്. 1 lakh അബോ ഏകദേശം 1.25 1.30 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണോ? കമ്പനി ഹിസ്റ്ററി? കമ്പനി സർവീസ്. 1.25 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. റേറ്റ് എത്ര വയ്ക്കുന്നത്? 2013 വി ഇന്നോവ ഒറിജിനൽ കേരള വണ്ടിക്ക് 10,000 ചോദിക്കുന്നുള്ളൂ. 10,000 ചോദിക്കുന്നതിന് നീ കുറയും. ഒറിജിനൽ കേരള വണ്ടി അതിനെ കൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. റീവണ്ടി നമുക്ക് അതിലും കുറച്ച് റേറ്റ് കിട്ടാറുണ്ട്, പക്ഷേ ക്വാളിറ്റി വ്യത്യാസം വരും. കമ്പനി ഹിസ്റ്ററി വരാറില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എടുക്കുന്ന വർക്കൊന്നും പറ്റില്ല. ശരി, ഇനി ലോൺ സൈറ്റ് ഏകദേശം എത്ര നമുക്ക് ലോൺ കിട്ടുന്നുണ്ടോ? അറൗണ്ട് ഒരു 8 ലക്ഷം 8.5 ലക്ഷം 9 ലക്ഷം നല്ല പ്രൊഫൈൽ കസ്റ്റമർ 10 വരെ കൊടുക്കാം. ഫുൾ ലോൺ വരെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട്. നമ്മൾ കുറച്ച് മുന്നേ ഒരു 2012 കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ ഏകദേശം 3 ലക്ഷം രൂപ വിലക്കുറവിൽ. അതുമായിട്ട് നോക്കുന്നേരം റീവണ്ടി ആണെന്നുള്ളൊരു വ്യത്യാസം കൊണ്ടാണ്. ലോണിലും വ്യത്യാസം വരുന്നുണ്ടാവും അല്ലേ? ക്വാളിറ്റിയിലും ഇതിലും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. വിലയിലും കാണുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാവും. റീവണ്ടി ആകുമ്പോൾ അതിനായിട്ടുള്ള റേറ്റ് ഉണ്ടാവും. ഹിസ്റ്ററിന്റെ കാര്യത്തിലൊന്നും ഒരു ജനറാലിറ്റി പറയാൻ കഴിയില്ല. കമ്പനി കിലോമീറ്റർ എത്ര റേറ്റ് കൊണ്ട് ഒരുപാട് കുറവാണ്. സാധാരണ എന്താ വെച്ചാൽ കുറച്ച് റേറ്റ് കുറഞ്ഞാണ്ട് ഇന്നോവ എടുക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ റീവണ്ടി ആണ്. റീവണ്ടി ആവും. എടുത്തിട്ട് പണിയെടുക്കാൻ താല്പര്യമില്ല, ജെന്യൂൻ വണ്ടി വേണം എന്നുള്ളവർക്ക് ക്വാളിറ്റിയുള്ള വണ്ടി, എല്ലാ ടൈപ്പ് വണ്ടികളും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സാവിക്ക വിളിച്ചാൽ ഫോൺ കൊടുക്കൂലേ? വാട്സാപ്പിൽ റിപ്ലൈ കൊടുക്കൂലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്. അഡിയോസ്.